ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വടക്കേ ചേരുവാരം നടത്തുന്ന ഒരു മനോഹരമായ വർണ്ണക്കാഴ്ച ഒരുക്കിയ കാവടി ഘോഷയാത്ര ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ ചെറായി കരുത്തല ഭാഗത്തു കൂടി കടന്നു പോകുന്നതാണ്. അവർക്ക് അതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കും അതേപോലെ തന്നെ കാവടി ഘോഷയാത്രയിൽ ഓട് ചേർന്നും അതോടൊപ്പം തന്നെ കാവടിയാടുന്ന ആളുകൾക്കും ഭക്തർക്കും കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന ദാഹജലമാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. കുമ്മട്ടിങ്ങ ജ്യൂസും മാംഗോ ജ്യൂസുമാണ് അവർക്ക് വേണ്ടി നമ്മളിവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. തീർച്ചയായും അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ ഒരു പ്രയത്നമാണ് ഇത്. തീർച്ചയായും നമ്മൾ അംഗീകരിക്കേണ്ടതും ശരിക്കും അഭിനന്ദിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളിൽ തന്നെയാണ്. സെക്രട്ടറി അതെല്ലാം ക്യാമറയിൽ നമ്മുടെ കാവടിക്കാർക്കുള്ള വെള്ളം അല്ലേ, വരുന്നവർക്കും കാവടിയുടെ കൂടെ ഉള്ളവർക്കും. ഏത് വാർഡില? നമ്മളെല്ലാ വാർഡിലെ ആളുകളൊക്കെ ഇവിടെ വരും. എല്ലാവർക്കും വെള്ളം കൊടുക്കണം. അതിന് തയ്യാറായി നമ്മൾ സ്റ്റാർ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അതിൽ തയ്യാറായി നിൽക്കണേ. ഇതാരാണിത്? എവിടെ അച്ഛനെവിടെ? ഞാൻ കണ്ടട്ടാ. ഇത് താനൊക്കെ ഈ ക്യാമറയിലുണ്ടാകും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഉണ്ടാകും. എന്ത് രസം കാണാനായിട്ട്. ഇത് അടിപൊളിയാണ് മോളെ കാണാനായിട്ട്. ഇത് അച്ഛൻ കണ്ടില്ലേ? ഇത് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കണം മോളെ കണ്ട ക്യാമറയിൽ കേട്ടാ. എന്ത് രസം. പാട്ട് പാടോ? ഒരു പാട്ട് പാടിത്തരോ? നേരത്തെ പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ കോമ്പറ്റീഷന് മത്സരത്തിൽ പാട്ട് പാടിയിട്ട് പ്രൈസൊക്കെ ആയിട്ട് പോയില്ലേ? അത് നമ്മളവിടെ അസോസിയേഷൻ്റെ പരിപാടിക്ക് സ്റ്റാർ ലൈൻ്റെ കഥയൊക്കെ പറഞ്ഞില്ലേ? കഥ പറഞ്ഞില്ലേ അവിടെ? സീരിമാഷ് പറഞ്ഞിട്ട് കഥ പറഞ്ഞില്ലേ? ഓർക്കുന്നില്ല? മറന്നുപോയാ കഥയൊക്കെ? അതാണ് മറന്നുപോയി വെച്ച്. കുമ്മട്ടിങ്ങ ജ്യൂസും പിന്നെ എന്താണ് മാംഗോ പൾപ്പ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടംപോലെ ആളിലൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും വെള്ളമാണ്. എല്ലാവർക്കും വെള്ളം. ഇതെപ്പോൾ തുടങ്ങിയതാണിത്? എത്ര മണിയായപ്പോൾ തുടങ്ങിയാണ്? 2 മണിക്ക് മുമ്പ് തുടങ്ങിയാണ്. അതെ. എന്തായാലും മഞ്ഞ വെള്ളം മാംഗോ പൾപ്പ്. ഇത് കണ്ട ചുവന്ന വെള്ളം കുമ്മട്ടിങ്ങ ജ്യൂസ്. ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ എടുക്കുമ്പോൾ ഒക്കെ നിറച്ച് വെച്ചേക്കണം. നമ്മുടെ പാത്രങ്ങളെല്ലാം നിറച്ച് ഫില്ല് ചെയ്തിട്ടേക്കണം. ഇതൊക്കെ കൂട്ടി വെച്ചേക്കണം. വെള്ളം ആവശ്യാനുസരണം വെള്ളം കൊടുക്കുകയാണ്. അതെ, ബോട്ടിൽ വെള്ളമൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ബോട്ടിൽ വെള്ളമൊക്കെ ഇപ്പോൾ ചൂട് സമയമുള്ള. അപ്പോൾ ചൂട് സമയമാകുമ്പോൾ കാവടി കഴിഞ്ഞ തവണ നമ്മളെ കണ്ടപ്പോൾ കാവടി തുള്ളി വരുന്നവർ വളരെ ആവശ്യമായിട്ടുള്ളൊരു അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അവർക്ക് ആ ക്ഷീണം തീർക്കാൻ വേണ്ടി നല്ല വെള്ളം ദാഹജലം കൊടുക്കുന്നൊരു ഞങ്ങളുടെ അസോസിയേഷൻ്റെ സ്റ്റാർ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇത്തിരി വെള്ളം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ തണ്ണിമത്തനും മാംഗോ ജ്യൂസും അതാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ആവശ്യം പോലെ എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, കാവടി തുള്ളുന്നവർക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഞങ്ങൾ വളരെ 10,000-2000 പേർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഇനി അങ്ങനെ തുടർന്ന് പോട്ടെ. എല്ലാ കൊല്ലം നടത്തുന്ന ആഗ്രഹം. നമ്മുടെ ചെറായിക്കാരുടെ ഒരു ഉത്സവമാണല്ലോ. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കാവടി ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഢഗംഭീരമായിട്ട് ജനലക്ഷങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി റോഡിൻ്റെ ഇരു സൈഡിലും തിങ്ങി നിൽക്കുകയാണ്. ആവേശപരമായിട്ട് ഇങ്ങനെ വന്ന ഈ കാവടി ജനലക്ഷങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. അല്ല, കാവടി ഇപ്പൊ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു 1/2 കിലോമീറ്റർ അപ്പുറം വരെ എത്തിയിട്ടുണ്ട്. അത് കാവടി തന്നെ ഒരു 2-3 കിലോമീറ്റർ നീളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാവടിയുടെ ഒരു ലെങ്ത്ത്
വളരെ മനോഹരമായിട്ട് DJ പരിപാടികളും സ്പോർട്ടും നിലക്കാവടികൾ, പിന്നെ പീലിക്കാവടി, കൊട്ടക്കാവടി, അങ്ങനെ ഒരുപാട് കാവടികൾ വളരെ മനോഹരമായിട്ടുള്ള കാവടി മുൻ വർഷത്തേക്കാളും വളരെ ഗംഭീരമാണെന്നാണ് കണ്ടവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് കാണാം. എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ കാവടി കാണിച്ചിരിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ വരുന്ന കാവടി നമ്മൾ ഈ വീഡിയോടൊപ്പം കാണിച്ചിരിക്കും. നമുക്ക് സ്റ്റാർലൈൻ റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ജയപ്പൻ ചേട്ടനാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഒരുപാട് പേര് വന്ന് ദാഹജലമൊക്കെ കഴിച്ച് പോകുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തണുത്ത ജ്യൂസും അതേപോലെ തന്നെ വെള്ളമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുള്ളുന്നവർക്കും ഭയങ്കര ആവേശമായിരിക്കുള്ളൂ. ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. സെക്രട്ടറി, എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? സെക്രട്ടറി നമ്മുടെ സ്റ്റാർലൈൻ റെസിഡൻസിന്റെ സെക്രട്ടറിയാണ്. വർഷങ്ങളായിട്ട് നമ്മ ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു സാഹചര്യം ഇപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ വർഷം തുടങ്ങി നമ്മ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി തുടർന്നും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പിന്നെ നമ്മുടെ വരുന്ന താലപ്പൊലിക്ക് മുമ്പായിട്ട് നമ്മുടെ റോഡുകളെല്ലാവരും വൃത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ഞങ്ങളും കൂടി അതിനകത്ത് പങ്കാളികളായി ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നതാണ് സ്റ്റാർലൈൻ്റെ. അപ്പോൾ അതിന് നമ്മുടെ വീട്ടുകാർ, സ്റ്റാർലൈൻ്റെ എല്ലാ വീട്ടുകാരും നമ്മുടെ അയൽവക്കക്കാരെല്ലാവരും സഹകരിച്ച് നമ്മളോട് അതിനോട് സഹകരിക്കണമെന്നും ഈ പരിപാടിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് സ്റ്റാർലൈൻ റെസിഡൻസിൻ്റെ കുടുംബാംഗങ്ങൾ പലരും ഇവിടെ സഹകരിക്കുന്നുണ്ട്. ഭാരവാഹികളെ കമ്മിറ്റിക്കാർ തന്നെ കൂടെയുണ്ട്. 2 മണി തുടങ്ങിയ കമ്മിറ്റിക്കാർ ഇതിൻ്റെ കൂടെ തന്നെയാണ്. സ്ഥിരമായിട്ട് സ്റ്റാർലൈൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റും അതേപോലെ സ്റ്റാർലൈൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും കമ്മിറ്റിക്കാരനല്ലെങ്കിൽ പോലും ഓടിയെത്തുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്തുണ്ട്. അദ്ദേഹം ഭാരവാഹി അല്ലെങ്കിൽ കമ്മിറ്റി അംഗമല്ലെങ്കിൽ പോലും അസോസിയേഷൻ തീരുമാനിക്കുന്ന ഏത് പരിപാടി ആയാലും അവിടെ ഏറ്റവും ആദ്യം മുമ്പിൽ ഓടിയെത്തി സഹായിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ സാജൻ. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, 5 കിലോ പഞ്ചസാര. സാജൻ നിങ്ങൾ എപ്പോഴാണ് ഈ കൂട്ടത്തിൽ കൂടിയത്? ഈ സഹായം തുടക്കം പോലെ ആലോചന അസോസിയേഷൻ്റെ ആലോചിക്കുന്ന സമയം തുടങ്ങി ഉണ്ട്. അത് എന്നും കൊണ്ട് അങ്ങനെ പോകണമെന്ന് ആഗ്രഹം. അല്ല, ശരിക്കും സാജൻ ഈ ഭാരവാഹി അല്ലെങ്കിൽ പോലും എപ്പോഴും വന്ന് സഹായിക്കുന്ന, അതായത് കമ്മിറ്റിക്കാരൊപ്പം തന്നെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരാളാണ് സാജൻ. അതെല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അറിയാം. എന്തായാലും വളരെ സന്തോഷം. ഇത് കേട്ടില്ലേ, നമ്മുടെ ട്രഷറർ നിൽക്കുന്നായിട്ടില്ലേ, ട്രഷറൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. വണ്ടിക്ക് പോയി ഇന്നലെ കുമ്മട്ടിക്ക, അല്ല ഇന്നലെ പോയി എടുത്തില്ലേ കുമ്മട്ടിക്ക? ചന്തക്ക് പോയതാണോ അതോ? തീർച്ചയായിട്ടും ജയപ്പച്ചേട്ടൻ പറഞ്ഞിരുന്നു കുമ്മട്ടിക്ക വാങ്ങിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ട്രഷർ നമ്മുടെ വിഷ്ണുവിൻ്റെ വണ്ടിയിലാണ് കുമ്മട്ടിക്ക വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും സന്തോഷം. ഇത് അടുത്ത വർഷം ഇതേപോലെ തന്നെ നടക്കട്ടെ, സംഘടന അതേപോലെ ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. കാരണം കാവടിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. കാവടി ഇപ്പോൾ വരും. അതോടൊപ്പം അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ജ്യൂസും ഒക്കെ ഇവിടെ കരുതിയിട്ടുണ്ട് സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ. തിരക്കായി പോയിട്ടോ, തിരക്കായി പോയി. വെള്ളം കുടിക്കാനൊക്കെ തിരക്കായി പോയി. വെള്ളം കുടിച്ചാ? സംസാരിക്കുന്നത് ജീവൻ. അതെ KCB. അതെ.
പാട്ടുകൾ എഴുതി ലോക്കല്ലേ